നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. KSRTC മേയർ തർക്കത്തിൽ നിർണായക നീക്കവുമായി യദു. KSRTC ഡ്രൈവർ യദു ഇന്ന് KSRTC വിജിലൻസ് ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. റിപ്പോർട്ട് എഴുതിക്കൊടുത്ത് ജോലിയിൽ തിരിച്ചെടുക്കണമെന്ന ആവശ്യം യദു ഉന്നയിച്ചിരിക്കുകയാണ്. താൻ ലൈംഗിക ചേഷ്ട കാണിച്ചുവെങ്കിൽ തെളിവ് എവിടെയെന്ന് വീണ്ടും യദു ആവർത്തിച്ച് ചോദിച്ചിരിക്കുകയാണ്. ഇന്ന് എല്ലാറ്റിനും തെളിവാണ് ആവശ്യം. അവർ പറയുന്നത് പോലെ ഞാൻ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. മേയർ എന്നെ അതുപോലെ കാണിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ തെളിവില്ലാതെ അത് ശരിയാകുമോ എന്നാണ് യദു കൃഷ്ണൻ ചോദിക്കുന്നത്. KSRTCയുടെ വിജിലൻസ് ആണ് ഇന്ന് യദുവിനെ വിളിപ്പിച്ചത്. റിപ്പോർട്ട് എഴുതി വാങ്ങിക്കുകയാണ് ചെയ്തത്. കാറിന്റെ നമ്പർ, അതുപോലെ തന്നെ കേസ് FIR ഇട്ട നമ്പർ, മനുഷ്യാവകാശ കമ്മീഷനിൽ കേസ് കൊടുത്ത വിവരങ്ങൾ എന്നിവയാണ് ഇന്ന് എഴുതി വാങ്ങിച്ചതെന്നും യദു കൃഷ്ണൻ പറഞ്ഞു. CMDയെ ഇന്ന് കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. ജോലിയിൽ കയറേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ തനിക്കിതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെ താൻ ജോലിയിൽ കയറാതിരിക്കും എന്നാണ് യദു ചോദിക്കുന്നത്. ജോലിയിൽ നിന്നും മാറിയിട്ട് 1 മാസമായി. ജോലിയൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് താൻ. അച്ഛന്റെ ചെലവിലാണ് കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നതെന്നും യദു കൃഷ്ണൻ പ്രതികരിച്ചു. തനിക്ക് ഈ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയുണ്ടായി. ജോലിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടുകൊണ്ടുള്ള പേപ്പറൊന്നും തനിക്ക് കിട്ടിയിട്ടില്ല. ജോലിയിൽ നിന്ന് മാറി നിൽക്കാനും പറഞ്ഞിട്ടില്ല. തന്നെ ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടിട്ടുമില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ താൻ ആയിരിക്കുന്നത്. മറ്റു ജോലിയൊന്നും നോക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ താനെന്നും യദു കൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എന്തായാലും KSRTCയുടെ വിജിലൻസ് വിഭാഗത്തിലാണ് അദ്ദേഹം ഇന്ന് എത്തിയത്. റിപ്പോർട്ട് എഴുതി കൊടുത്തിരിക്കുകയാണ്. കേസ് നമ്പർ, അതുപോലെ തന്നെ FIR നമ്പർ അടക്കമുള്ള വിവരങ്ങളാണ് ഇന്ന് യദു എഴുതി കൊടുത്തത്. ഇന്നലെ മേയറിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. വൈകുന്നേരം 3 മണിക്ക് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ മൊഴിയെടുത്തത്. യദു അശ്ലീലാംഗിയെ കാണിച്ചെന്ന പരാതിയിലായിരുന്നു നടപടി. ആദ്യം കന്റോൺമെന്റ് പോലീസ് അന്വേഷിച്ച കേസ് മ്യൂസിയം പോലീസിന് കൈമാറിയിരുന്നു. എത്രയും വേഗം കേസിൽ കുറ്റപത്രം നൽകാനാണ് പോലീസിന്റെ നീക്കം. യദു ഓടിച്ച ബസ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചിരുന്നു. പക്ഷേ അന്വേഷണത്തെ സഹായിക്കുന്ന തെളിവുകളൊന്നും തന്നെ അതിൽ നിന്ന് കിട്ടിയിരുന്നില്ല. ഡ്രൈവർ യദു ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന പരാതിയിലാണ് അന്വേഷണം വേഗത്തിൽ പുരോഗമിക്കുന്നത്. യദു നൽകിയ പരാതിയിൽ പ്രതിയാക്കപ്പെട്ട മേയർക്കും MLAയ്ക്കുമെതിരെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ് എന്ന ഒരു ആരോപണം കൂടി യദു ഇന്ന് ഉന്നയിക്കുകയുണ്ടായി. പ്രധാന തെളിവായ മെമ്മറി കാർഡും ആരെടുത്തു കൊണ്ടുപോയെന്ന് ഇപ്പോഴും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഇതിനിടെയാണ് മേയറുടെ പരാതിയിൽ കുറ്റപത്രം നൽകാനായി ബസ് പരിശോധന നടന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണ് പരിശോധിച്ചത്. 2 മാസമായി വേഗപ്പൂട്ട് ഇളക്കിയിട്ടെന്നും GPS പ്രവർത്തിക്കുന്നില്ല എന്നും കണ്ടെത്തി. മേയർ സഞ്ചരിച്ച വാഹനം അമിത വേഗത്തിൽ ബസ് മറികടന്നോ എന്നറിയാനുള്ള ശാസ്ത്രീയ തെളിവുകളൊന്നും ബസ്സിൽ നിന്ന് കിട്ടിയില്ല. പക്ഷേ പരാതിക്കാരിയുടെ മൊഴിയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ കുറ്റപത്രം നൽകാനാണ് തീരുമാനം. കന്റോൺമെന്റ് പോലീസാണ് അന്വേഷണം നടത്തുന്നത്. മെമ്മറി കാർഡ് കാണാതായ കേസിൽ തമ്പാനൂർ പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.